മനസ്സിൽ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ വിളിച്ചു പറയാത്ത രോഗങ്ങളെ ഓർത്ത് സമർപ്പിക്കേണ്ടതാണ്. അസ്ഥിയുരുക്കമുള്ളവർ, അറിയാതെ മൂത്രവും മലവും രക്തവും ഒക്കെ പോകുന്നവർ, സ്രാവരോഗികൾ, കൺട്രോളില്ലാതെ പോകുന്നവർ, അവരെല്ലാം അടിവയറ്റി കൈവച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണീരോടെ അവിടെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂത്രത്തിന് പകരം പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നവർ, കിടപ്പിലായപ്പോൾ രോഗികളെ ഇപ്പോൾ ഓർത്ത് കർത്താവിൻ്റെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് കൈയേൽപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. മുടിക്കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കണം. ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് പ്രഷർ പോകുന്നവരെ, കുറയുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. കടുത്ത ഷുഗർ രോഗികളെയും പ്രഷർ രോഗികളെയും സ്പർശിക്കണമേ കർത്താവേ. ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. അടിപ്പിണർ പോലെ വൈദ്യാഘാത ദൈവികമായ ശക്തി മാരക രോഗങ്ങളെ എടുത്തു മാറ്റട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ കണ്ണ് തുറന്ന് നോക്കി നിങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ജാഗ്രത പാലിക്കുക. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെ, ഏജ് ഓവറായിപ്പോയതിൻ്റെ പേരിൽ തിരിച്ച് വിളിക്കാത്തവരെ, കർത്താവ് വിസയ്ക്കെടുത്ത് പോയിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ അകപ്പെട്ടു പോയവരെ, 3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിനുള്ള കാശ് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഈ സെപ്റ്റംബർ ഇൻടേക്കിന് കിട്ടാത്ത അഡ്മിഷൻസ്, ജനുവരി ഇൻടേക്കിലേക്ക് വെച്ചിരിക്കുന്നത് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ, ജോലി കിട്ടിയതിന് ശേഷവും പല ടെക്നിക്കലായിട്ടുള്ള സർവീസ് നിയമപരമായ പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെ അവരെല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അർഹതപ്പെട്ട പണം പെൻഷനായാലും മറ്റു വിധത്തിലായാലും കൈമോശം വന്നതും മറ്റുള്ളവർക്ക് കൊടുത്തതും കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിച്ച് നിത്യവൃത്തി പോലും വിഷമിക്കുന്ന ആൾക്കാരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ കടങ്ങളിൽ പെട്ടിരിക്കുന്നവർ, വലിയ കടങ്ങളുടെ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, അതിൻ്റെ പേര് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്ഥലം വിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, പാകോടമ്പടി നടക്കാൻ സാങ്കേതികമായ നിയമ തടസ്സമുള്ളവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹ തടസ്സമുള്ളവർ, വിവാഹം നടക്കാത്തവർ,
വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചും കർത്താവേ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ, വിദേശത്തും സ്വദേശത്തും ജയിലിൽ കിടക്കുന്നവരെ അവിടെ കണ്ണുനീര് നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ചങ്ങലകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ, മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിത ദുരിതങ്ങൾ, ജീവിത സഹനങ്ങൾ, സാങ്കേതിക കുരുക്കുകൾ എല്ലാം സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധാത്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴേ നടപടി പുസ്തകത്തിൻ്റെ 26:7 ഇവിടെ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം പ്രാർത്ഥനാ മൈൻഡാണ്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ മൈൻഡ് പ്രാർത്ഥന വെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അത് പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നീ ഒരു ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, രാത്രി ഉടമ്പടി പ്രാർത്ഥന ഉണ്ട്. അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്. ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അവസരവും സ്വസ്ഥതയും സമാധാനവും അതിനുള്ള സൗകര്യമൊക്കെ കിട്ടുന്ന സമയത്തെല്ലാം ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും വചനത്തെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യണം. കാര്യം വചനമെന്ന് പറയുമ്പോൾ വചനത്തെ വളരെ ഭവ്യതയോടെ ദൈവസ്നേഹത്തോടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വചനത്തിലൂടെ ദൈവം അവനോട് സംസാരിക്കും, എല്ലാ വിഷയവും സംസാരിക്കും. ഇപ്പോൾ നിന്നെ ഒരാൾ അടിച്ചെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും വിഷയം ഉണ്ടായി, അടി കിട്ടണമെങ്കിൽ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ നിനക്ക് ഉടനെ നിനക്ക് തോന്നണം കേസ് കൊടുത്തേക്കാം. അപ്പോഴ് നിൻ്റെ മനസ്സിൽ പറയും കേസ് കൊടുക്കണോ, കർത്താവിന് എന്താ ഇത് കാര്യത്തിൽ ഉദ്ദേശിക്കണത് എന്ന് ചോദിക്കണ്ടേ, അറിയണ്ടേ. അതായത് നമ്മൾ ആധ്യാത്മിക മനുഷ്യർ, കർത്താവുമായിട്ട് ബന്ധമുള്ളവർ ഓരോ വിഷയത്തിനും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു പോകേണ്ടത്. ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി, അങ്ങനെ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ തുടങ്ങി ദൈവം പറയണനുസരിച്ച് ചെയ്യത്തുള്ളെങ്കിൽ നീ കുറച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നിനക്ക് ക്ലൂ തരും, നീ എന്താ മൂവ് ചെയ്യേണ്ടത്. പിന്നെ സ്വപ്നത്തിലൊക്കെ സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നല്ല ഒരു സാക്ഷ്യമാണ്. അതായത് ആ ചേച്ചി ഉടമ്പടി ചെയ്തപ്പോഴേ അമ്മ തന്നെ പറഞ്ഞു, അതായത് അവരുടെ പേര് ബെൻസി അങ്കമാലി. അതായത് ബെൻസി അങ്കമാലി USA അവർക്ക് വിസ ജോലിക്ക് പോകുന്നൊരു വിഷയമാണ്. കാരണം കുറേ പ്രശ്നങ്ങൾ അവർക്ക് വന്ന് അപ്പോൾ അവരൊന്ന് ഉടമ്പടി ചെയ്തപ്പോഴേ അമ്മ സ്വപ്നത്തിൽ അവരോട് പറഞ്ഞ് 87 വർക്ക് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു. നമ്മൾ ഞെട്ടിപ്പോവും വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. 87 അതായത് ലേബർ ലോ ചേഞ്ച് എന്ന് പറഞ്ഞു. അത് ഇവർക്കറിയത്തില്ല. ഇവള് വിചാരിച്ച് അപ്പം അമ്മയാണ് സ്വപ്നത്തിൽ വന്നതെന്ന് മനസ്സിലായി. പക്ഷെ അമ്മയുടെ രീതി എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഡീൽ ചെയ്യും. നമ്മളിതിപ്പോൾ ഉടമ്പടിയിൽ വന്നൊക്കെ മനസ്സിലായൊരു കാര്യം, ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. കാര്യം എനിക്ക് നല്ലവണ്ണം അത് മനസ്സിലാകും. കാര്യം ഉടമ്പടി അമ്മ തരണ മുമ്പ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കാര്യം 1989 ശുശ്രൂഷ തുടങ്ങിയത്. 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്, 2015 നമുക്ക് ഉടമ്പടി കിട്ടിയത്. അത്രയും കാലത്തെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ എനിക്കറിയാം. പണ്ടെനിക്ക് സാക്ഷ്യപേടകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു കൃപാസനത്തിന്, സാക്ഷ്യപേടകം.
ഇപ്പോഴും ഉണ്ട്. ആ പുസ്തകത്തിൻ്റെ പഴയ കോപ്പികൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അന്ന് നടന്ന പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളെല്ലാം ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പുസ്തകമാണത്. ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാൻ, ആശുപത്രി രോഗികളായിട്ടിരിക്കുന്ന സമയത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കും, ഇല്ലേ? അപ്പം അത് അങ്ങനെ ഒരു സുവിശേഷ ജോലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാക്ഷ്യപേടകം. ആ സാക്ഷ്യപേടകത്തിൽ ഒരു 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്, നല്ല സാക്ഷ്യങ്ങൾ. പക്ഷേ ഉടമ്പടിയുടെ കാലം വരുമ്പോൾ ഉടമ്പടി വെരി പർട്ടിക്കുലർ, വെരി പേഴ്സണൽ, അപ് ടു ദി മാറ്റർ. അതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തതയുണ്ടാകും. വ്യക്തതയല്ല, വളരെ വ്യക്തിപരമായിരിക്കും, ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. എബവ് ഓൾ ഇറ്റ് ഈസ് സോ പേഴ്സണൽ. ഇപ്പോൾ വ്യക്തിയോട് ഇപ്പോൾ അമ്മ എന്താ പറയണത്, നിന്നെ അവളോട് എന്താ പറഞ്ഞത്, അവളോട് എന്താ അമ്മ പറഞ്ഞത്? അതായത് രാത്രി അവൾക്കുണ്ടാകുന്ന സ്വപ്നമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ കർത്താവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബെൻസി വർഗീസ് അങ്കമാലിയിലുള്ള സഹോദരിയുടെ പ്രശ്നം, അവർക്ക് എമിഗ്രേഷനിൽ നിന്ന്, US എമിഗ്രേഷനിൽ നിന്ന് ഒരു പേപ്പർ വരണം. പക്ഷേ അവരോട് ഇവരുടെ ഏജൻസി അല്ല ഇവർ പോകേണ്ട സ്ഥലത്തുള്ളവർ ഈ പേപ്പർ വന്നാൽ മാത്രമേ പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ, വിസ പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ. പക്ഷെ അത് ഇവർ വിളിക്കാൻ പറയാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ അവർ പറയുന്ന, ബെൻസി പറയുന്നതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അമേരിക്കയിലുള്ളവർക്ക് രാത്രി, നമുക്ക് പകലാണ്. അപ്പോൾ ഞാൻ പകൽ വിളിച്ചാൽ അവർ രാത്രി ആയിരിക്കും, അവർ ഉറക്കമായിരിക്കും. അത് കാരണം ഞാൻ കുറേ ദിവസങ്ങൾ രാത്രി ഉറക്കം നിന്ന് ഇവരെ വിളിച്ച്, അവർക്ക് പകലാണല്ലോ. അപ്പോൾ ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, അതിനാണ് അവരൊന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതായത് വിളിച്ചു കഴിയുമ്പോൾ അവസാനം ഒരു പ്രാവശ്യം കിട്ടിക്കഴിയുമ്പോൾ ഈ അമേരിക്കക്കാർ ബെൻസി പറയണത്, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവർ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് പറ്റണില്ല, എനിക്ക് മനസ്സിലാണില്ല. അപ്പോൾ വെറുതെ ലാഗിയാണ്. എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണിത്. അമേരിക്കയിലൊക്കെ ബ്രിട്ടനിലൊക്കെ പോകുന്ന എല്ലാവർക്കും അനുഭവിക്കേണ്ട പ്രശ്നമാണ്. നമുക്ക് പകൽ, അവർക്ക് രാത്രി. അതുതന്നെ ഭാഷയുടെ അവസ്ഥ. നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവർ പറഞ്ഞ ഇംഗ്ലീഷ് നമുക്കും മനസ്സിലാണില്ല, പണിയായി. അവസാനം അമ്മയോട് ഇവൾ പറയും, ഇവൾ ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ് ഇടും. കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകളൊന്നാണ് ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ്. അതാണ് ആൾക്കാരെ ആദ്യമായിട്ടും അമ്മ ഹൈ പറയണത്. അവിടുന്ന് അക്കൗണ്ട്, അമ്മയുമായിട്ടൊരു മരീൻ അക്കൗണ്ടാണത്. കാര്യം കയ്യെത്താത്ത ദൂരത്ത് നിൽക്കുന്ന ആൾക്കാർ ആലപ്പുഴ എത്താനുള്ള സമയമോ സൗകര്യമോ ഇല്ലാത്ത ആൾക്കാർ അന്യ ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കോണ്ടിനെൻസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ ഉടനെ ചെയ്യണ, എനിക്ക് ഉടമ്പടിയും ലൈറ്റൊക്കെ ഒരുമിച്ച് അമ്മ തന്നത്. എനിക്കറിയാതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയണ ആളല്ല ഞാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷേ എനിക്കതിൻ്റെ ടെക്നിക്കൽ വശമോ എൻജിനീയറിംഗ് വശമോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ സാധനം പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പഠിക്കണേന് തന്നെ വളരെ ഇവിടെ ഉള്ള പ്രവർത്തകർ തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് ഇതിൻ്റെ അകത്തുള്ളവർ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനുവേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്കില്ല, ഇതുവരെ വന്നിട്ടുമില്ല. എല്ലാ വർക്കും ഓഫീസും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിന് ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. പക്ഷേ എന്താ പ്രശ്നം, എങ്കിലും ഞാനെനിക്ക് ഈ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്തുന്ന സമയത്ത് എനിക്ക് ലിങ്ക് കിട്ടിയിട്ട് എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രാർത്ഥനയുടെ ലിങ്കാണ്. ഞാൻ ലിങ്ക് എടുത്തിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എടുത്ത് പറഞ്ഞു, ഇത് എനിക്ക് ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തിരികെ എത്തണം മാതാവിൻ്റെ മുമ്പിൽ. ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേരൊരു തിരികെ എത്തണം ഇവിടെ, ആ പേരെഴുതി കാണിക്കണം. അതായത് ഞാൻ ഈ
ഡിക്സൺ എന്ന് പറയുന്ന എൻ്റെ സഹോദരന്, അങ്ങനെയാണ് കമ്പ്യൂട്ടർ കാര്യം ചെയ്യേണ്ടത്, എൻജിനീയറിങ് കാര്യം ചെയ്യണം. അദ്ദേഹത്തെ സമർപ്പ് ഞാൻ ജോമാല ചെയ്യും. കാരണം മാതാവ്, ഞാൻ ഉദ്ദേശിച്ച കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്, ഞാൻ ഉദ്ദേശിച്ച കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണമേ എന്ന്. കാര്യം അപ്പം അങ്ങനെയൊക്കെ അഭിഷേകം കിട്ടുമല്ലോ അതിൻ്റെ അകത്ത്. ഇപ്പം അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ചായി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ലൈറ്റ് ക്യാൻഡിൽ അടിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പേരും തിരിയുമായിട്ട് മാതാവിന് മുമ്പിൽ 10 മിനിറ്റ് കയറാം, 10 ദിവസം കത്തി നിൽക്കും. അപ്പോൾ ഞാനങ്ങനെ ഓർത്ത്, ഇത് ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ടെക്നിക്കായിട്ട് ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുമോ? ഞാൻ ഭയങ്കര ആവേശത്തിലാണ് അമ്മ എനിക്ക് അഭിഷേകം തന്നിട്ട് ഞാൻ പറയണത്. ഇത് ചുമ്മാ ഇങ്ങനെ കമ്പ്യൂട്ടറെ കുത്തി പേരിട്ട് കഴിഞ്ഞാൽ ഉടനെ തിരി തെളിയുമ്പോൾ ഉടനെ ദൈവം കേൾക്കുക എന്ന് ആരെങ്കിലും യുക്തിവാദം ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഈ വിഷയം അമ്മയോട് പറയാം, അമ്മേ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം തിരി കത്തിക്കുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ കളി പോലെ വരുക, മൊത്തം കളിയാണല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സത്യാവസ്ഥകളെ ചോദ്യം ചെയ്യപ്പെടും. അതെനിക്ക് സങ്കടമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് എന്ത് എൻ്റെ മനസ്സിലുണ്ടാകണം എല്ലാം ഞാൻ അതുപോലെ പറയും. നിങ്ങൾ എൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഫോർമാറ്റിലായിട്ട് പ്രയർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം. കാര്യം നമ്മൾക്ക് എന്തായാലും അമ്മയോട് ഉള്ളതുപോലെ അങ്ങോട്ട് നമുക്കറിയാവുന്ന ഭാഷ കൺവേ ചെയ്യണം. അത് ഭയങ്കരമായ മറുപടി ഉണ്ടാവും. കാര്യം നമ്മുടെ ജീവിതം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജീവിതം കറക്റ്റെന്ന് ഞാൻ പറയുന്നത് കാശ് നമുക്കും തെറ്റിപ്പോകും, അതല്ല പ്രശ്നം. ബോധപൂർവം നമ്മളെ തെറ്റിലേക്ക് വീഴാത്ത ശ്രദ്ധ ഉണ്ടാക്കണം. മനുഷ്യന്മാരാണ് ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അറിയാതെ തെറ്റുണ്ടായാൽ പോലും ശിക്ഷിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അറിയാത്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ അറിയാത്ത തെറ്റുകളുണ്ട്. അറിയാത്ത കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ മനുഷ്യത്വത്തിൻ്റെ ആ കോൺഷ്യസിൽ ദൈവം തെറ്റും ശരിയും എല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിന് ജാതിയും മതവും ഇതൊന്നുമില്ല. തെറ്റിനും ശരിക്കും എല്ലാ മനുഷ്യന്മാർക്കും അതല്ലേ മനസാക്ഷി തന്നെയാണ് അവരുടെ നിയമം എന്നൊക്കെ സെൻറ്റ് പോൾ പറഞ്ഞ എന്താണ്? നിയമം ലഭിച്ചിട്ടില്ലെങ്കിൽ വിജാതീയരായ അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് അവരുടെ മനസാക്ഷി തന്നെയാണ് നിയമമെന്ന് പറയും. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരെ ക്രിസ്തുവാണ് മനുഷ്യത്വത്തിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫോം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൊളോക്കിയൽ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര പേഴ്സണൽ ബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊക്കെ ടെക്നിക്ക് പ്രെയറായിട്ട് ആൾക്കാർക്ക് തോന്നും. കാര്യങ്ങൾ ശരിയാണ്, ഭയങ്കര അവിടെ അഭിഷേകം കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതായത് അമ്മേൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ചിന്തയെന്ന് പറയണത് ചിന്തയല്ല, ബോധ്യം. കാര്യം നമുക്ക് ചിന്തയായിട്ടല്ല വരണത്, എപ്പോഴും ബോധ്യമായിട്ടാണ് വരണത്. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കുമോ ഇതായിരിക്കുമോ അങ്ങനെയൊക്കെ തോന്നിയതാണോ അല്ലാണോ അങ്ങനെ ഇങ്ങനെ അഴകുഴമ്പം പരിപാടിയൊന്നുമില്ല. നമുക്കുള്ള കൺവിക്ഷനാണ്, ഫേം കൺവിഷൻ. ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് ലഭിക്കുന്നത് ഫേം കൺവിഷനാണ്. എന്നുവെച്ചാൽ കറ കളഞ്ഞ ബോധ്യം കിട്ടും. ഇപ്പം അമ്മ എന്നോട് പറഞ്ഞെന്താ പറയാമോ? എടാ അത് എന്ന് വെച്ചാൽ കൃപാസനത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ അതാണ് ഇതിൻ്റെ ആസ്തി. അയ്യോ, അത് കേട്ടോടുകൂടിയാണ് ഞാൻ ഞെട്ടിപ്പോയി, സന്തോഷമായി. അതായത് കൃപാസനത്തിൽ നീ ബ്ലെസ്സിങ്സ്, നീ അഭിഷേകം മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അഖണ്ഡ ജപമാലയല്ല ഇവിടെ നിന്നല്ലേ പറഞ്ഞത്. ഇപ്പം അഖണ്ഡ ജപമാല ചെല്ലുന്ന ഒരു വ്യവസായൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വർഷങ്ങളോളം രാത്രിയും പകലും ജപമാല ഉണ്ടായിരുന്ന അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. കടലോരത്ത് 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി.